FTA പുതിയ റൂൾസും അമെൻമെൻറ്റ്സും പ്രകാരം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ആരാണ് റിലേറ്റഡ് പാർട്ടി. റിലേറ്റഡ് പാർട്ടി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, എന്തിനാണ് ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് ആളുകൾ സംശയം ചോദിക്കാറുണ്ട്. FTA റൂൾ പ്രകാരം ഇത്തരത്തിലുള്ള റിലേറ്റഡ് പാർട്ടി പ്രോപ്പറായി ഡിസ്ക്ലോസ് ചെയ്താൽ മാത്രമേ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിൽ ഈ ബിസിനസ്സിന് അതിൻ്റെ ടാക്സ് എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പം റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്താണ് എന്ന് അറിയുകയും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഡിസ്ക്ലോഷർ നടത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ അത്തരം കമ്പനികളെ കൂടുതൽ ഫിനാൻഷ്യൽ ബേർഡനിലേക്ക്, ടാക്സ് ബേർഡനിലേക്ക് കൊണ്ടുപോകാൻ ഇതൊരു വലിയ കാരണമാകുന്നതാണ്. അത്തരം ട്രാൻസാക്ഷൻസ് പ്രോപ്പറായി ഐഡൻറ്റിഫൈ ചെയ്യുകയും ആരാണ് റിലേറ്റഡ് പാർട്ടി എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പർ ഡിസ്ക്ലോഷർ നടത്തൽ ആ കമ്പനിയിലെ മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടിയിൽപ്പെട്ടതുമാണ്. ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ ഉൾപ്പെട്ടതാണ് മാനേജേഴ്സിൻ്റെ സാലറി, കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള കമ്പനിയുടെ ട്രാൻസാക്ഷൻസ്, കമ്പനിയുടെ ബ്രാഞ്ചസുമായിട്ടുള്ള ട്രാൻസാക്ഷൻ, കമ്പനിയുടെ സബ്സിഡറീസുമായിട്ടുള്ള ട്രാൻസാക്ഷൻ, ഇതൊക്കെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ പെട്ടതാണ്. പ്രോപ്പറായിട്ട് റിലേറ്റഡ് പാർട്ടി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഒരു ടാക്സ് പൊസിഷനിലുള്ള ഒരു ഫ്രീഡം വളരെ രസകരമായിരിക്കും.